ഈ ചൂടത്ത് വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സുഖം തന്നെയായിരിക്കും അല്ലേ? നമുക്കും തോന്നാറില്ലേ? വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കാൻ ചൂടുകൊണ്ടേ. അപ്പൊ പിന്നെ ഇവരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നിപ്പോ ഡേയ്സുട്ടിയുടെ കൂടെ ഒരു കൂട്ടുകൂടി ഉണ്ട് കേട്ടോ. ആളുടെ പേര് ഹാപ്പി. ഞങ്ങൾ വരുമ്പോഴേ ഹാപ്പി വെള്ളത്തിലുണ്ട് കേട്ടോ. ഡേയ്സുട്ടി ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ അങ്ങോട്ട് ചാടി. അവൾ അവളുടെ ലോകത്ത് ഇങ്ങനെ നീന്താൻ തുടങ്ങി. ഈ പ്രാവശ്യം ഞങ്ങൾ വെയിലൊക്കെ താഴ്ന്നിട്ട് പോവാന്ന് വെച്ചോണ്ട് ദേ എല്ലാരും കളിക്കുന്നുണ്ട്. എന്ത് രസാലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോണത് അറിയില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഇവിടെ ഒരു മത്സരമായിരുന്നു കേട്ടോ. കുറെ ടോയ്സ് ഇങ്ങനെ വെള്ളത്തിലേക്ക് വരുന്നുണ്ട്. ആദ്യം ആരാണ് ഫെച്ച് ചെയ്ത് എടുത്തോണ്ട് വരുന്നത് എന്നായിരുന്നു മത്സരം. നമ്മുടെ ഡേയ്സുട്ടീനെ പിന്നെ നീന്താൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ആള് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. പാവ ഹാപ്പി കുട്ടി ഒന്നും കിട്ടുണ്ടായിരുന്നില്ല അവൾക്ക്. അവിടെ ഒരുത്തൻ ഉണ്ണേട്ടനെ കുറെ നേരമായി വിളിക്കണു. എന്നെ ഒന്നും ഉള്ളിലേക്ക് വിടുവോന്നാന്ന് തോന്നുന്നു. ഡേയ്സുട്ടിക്ക് തീരെ പിടിച്ചിട്ടില്ല. അസൂയയുടെ മരാണ്. ഇത് കണ്ടില്ലേ മാക്രി പെണ്ണ് ചെയ്തത്. ഹാപ്പിക്കുട്ടൻ അങ്ങോട്ടാ വരുന്നതെന്ന് കണ്ടിട്ട് അവിടെ പോയി ചാടിയിട്ട് ആ ടോയ് എടുത്തിട്ട് വന്നു. എന്താ അവളെ ചെയ്യാ നോക്കി. അവളുടെ മുന്നിൽ കൂടെ തന്നെ വരണം അവൾക്ക്. ഉണ്ണേട്ടൻ ഹാപ്പിക്ക് ഒരു ടോയ് ഇട്ട് കൊടുക്കാൻ നോക്കിയപ്പോ കണ്ടില്ലേ നിങ്ങള് അസൂയ. ചെറിയ കുട്ടികളെ പോലെ തന്നെയാണല്ലേ. രണ്ടും കണക്കാന്ന് പിന്നെ എനിക്ക് തോന്നിട്ടോ. നോക്കി അവൾ എടുക്കാൻ പോയിട്ട് ഇവളെ കുശുമ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ എന്തൊക്കെ ചെയ്തു. അവസാനം ഡേയ്സോട്ടി എന്നെ എടുത്തിട്ട് വന്നുട്ടോ. എന്താ ചെയ്യാലേ. എന്നിട്ട് ഒരു കള്ള ചിരിയും ചിരിക്കും ട്ടോ. അതാണ് പിന്നെ. ഇപ്പൊ രണ്ടാൾക്ക് രണ്ടെണ്ണം കിട്ടിയപ്പോ സമാധാനായി. ഡേയ്സോട്ടി ഗ്രൂമിങ് ചെയ്യാൻ പോയ തക്കത്തിന് ഉണ്ണേട്ട ഇവരുടെയൊക്കെ കൂടെ കളിക്കാൻ തുടങ്ങിട്ടോ. ഡേയ്സോട്ടി ഉണ്ടെങ്കിൽ പിന്നെ സമ്മതിക്കില്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ അവളെ. പിന്നെ ഒരു സമാധാനം ഉണ്ടായത് എന്താന്ന് വെച്ചാ ഡേയ്സോട്ടിനെ പോലെ തന്നെ ഒരു കുശുമ്പനെ കണ്ടു. പേര് മാംഗോ. അവനാണെങ്കിൽ വേറെ ആരും ഉണ്ണേട്ടന്റെ അടുത്തേക്ക് വരണ്ട. അതുകൊണ്ട് അങ്ങോട്ട് ആരൊക്കെ വരുന്നോ അവരെ മുഴുവൻ ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഹസ്കിക്കുട്ടൻ ഉണ്ണേട്ടന് എത്രയാ അമ്മ കൊടുക്കണത്. മാംഗോനെ അപ്പളേക്കും കുശുമ്പായിട്ടോ. അവിടെ കിടക്കണ കണ്ടില്ലേ. പാവം എന്തൊക്കെയോ പിറുപിറുക്കുണ്ട്. എന്നെ മാത്രം കൊഞ്ചിയ പോരേന്നാണ് തോന്നുന്നത്.